മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ജപമാല രാജ്ഞിക്ക് പ്രതിഷ്ഠിതമായ ഒക്ടോബർ മാസത്തിലാണ് നാം. സഭയുടെ ചരിത്രത്തിൽ എന്നൊക്കെ പ്രതിസന്ധികളുണ്ടായോ, വിശ്വാസ പ്രശ്നങ്ങളുണ്ടായോ, സഭ പലതരത്തിൽ ആക്രമിക്കപ്പെട്ടുവോ, ആ പശ്ചാത്തലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തോട് ആഹ്വാനം ചെയ്ത പ്രത്യേകമായ ഭക്തിയാണ് ജപമാല ഭക്തി. 1858 ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബെർണർദീത്ത വഴി ലോകത്തോട് പറഞ്ഞത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ജപമാല ചൊല്ലാനാണ്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അത് തന്നെ പറഞ്ഞു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തി ജപമാല എന്നാണ്. വിശുദ്ധ ഡൊമിനിക്ക് ജപമാല ഭക്തിയുടെ ഏറ്റവും വലിയ പ്രചാരകനാണ്. ഇന്ന് സഭ പലതരത്തിൽ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്കുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഇപ്രകാരം എഫേസ്യർ 6:11 വായിക്കുന്നു: സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ പറഞ്ഞപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നത് അപേക്ഷകളോടെ യാചനകളോടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവാനാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ സഭ നൽകിയിട്ടുള്ള മനോഹരമായ ഭക്തിയാണ് ജപമാല. അത് യേശുവിനെ കുറിച്ചുള്ള ധ്യാനമാണ്. യേശു മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത രക്ഷാകര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിലുള്ള ധ്യാനമാണ്. അത് പരിശുദ്ധ കന്യകാമറിയം എപ്രകാരം യേശുവിൻ്റെ മുഖത്തെ ധ്യാനിച്ചുവോ ആ ധ്യാനമാണ്. വിശുദ്ധ ഗ്രന്ഥം അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബൈബിൾ അധിഷ്ഠിത പ്രാർത്ഥനയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു വാക്ക് എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ പറയുന്നുണ്ട്, ജപമാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ നോക്കി, മരണാസന്നായി യേശുവിനെ നോക്കി. അപ്പോൾ യേശുവിൻ്റെ ജീവിതം മുഴുവൻ നോക്കി ഒരു അമ്മ എങ്ങനെ ധ്യാനിച്ചുവോ ആ ധ്യാനമാണ് ജപമാല. ഈ ജപമാലയിൽ നാം പ്രധാനമായി കാണുന്നത് ആദ്യം തന്നെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്. ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ 20 രഹസ്യങ്ങളിലൂടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ ധ്യാനിക്കുകയാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നാം അതിൽ ചൊല്ലുന്നുണ്ട്. പ്രധാനമായും ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അവൾക്ക് നൽകിയത്, പരിശുദ്ധാത്മാവിൽ പൂരിതയായി എലിസബത്ത് മറിയത്തെ അഭിസംബോധന ചെയ്ത നന്മ നിറഞ്ഞ പറയുമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടുള്ളത്.
ഒപ്പം ത്രിത്വസ്തുതിയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ, വിശേഷണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ലുത്തിനിയും, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും, ഈശോയുടെ തിരുഹൃദയത്തിന് ഈശോയ്ക്ക് നമ്മെ തന്നെയുള്ള പ്രതിഷ്ഠയും, ഇതെല്ലാം ജപമാല ഭക്തിയുടെ വിവിധ ഭാഗങ്ങളാണ്. ഇതിൽ 20 രഹസ്യങ്ങൾ എന്ന് പറയുന്നതും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും പ്രത്യേകിച്ച് ബൈബിൾ അധിഷ്ഠിതമായി യേശുവിനെ കുറിച്ചുള്ള ധ്യാനമാണ്. ഒന്നാമത്തെ രഹസ്യം അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്തയാണ്. നാം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ ആദ്യം തന്നെ ചെല്ലുന്നത് ലൂക്കാ സുവിശേഷം 1:28 കാണുന്ന പോലെ ഗബ്രിയേൽ മറിയത്തെ നോക്കി ദൈവത്തിൻ്റെ വചനം കൊടുക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതാണ് ഒന്നാമത്തെ രഹസ്യവും നന്മ നിറഞ്ഞ മറിയമയുടെ ആദ്യ ഭാഗവും. തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്നും പ്രാർത്ഥനാനിരതരായിരിക്കാൻ, ദൈവവചനത്തിന് കാതോർക്കാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥനയിലായിരിക്കാൻ, ഇതിനുള്ള സന്ദേശമാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗവും ഒന്നാമത്തെ രഹസ്യവും നമുക്ക് നൽകുന്ന സന്ദേശം. നന്മ നിറഞ്ഞ മറിയമയുടെ രണ്ടാമത്തെ ഭാഗം എലിസബത്ത്, പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 42-43 വാക്യങ്ങളിൽ പറയുന്നതാണ്. അത് പരിശുദ്ധ കന്യാമറിയത്തെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. മറിയം തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്, ഇതാ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് മറിയം ഭാഗ്യവതിയായത്? മറിയം ഭാഗ്യവതിയായത് ഒന്ന്, ദൈവത്തിൻ്റെ വചനം കേട്ടു. 2, ആ വചനം കേട്ടതിന് ദൈവിക പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതിന് വിധേയപ്പെട്ടു. 3, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരികയും അവൾ യോഹന്നാൻ 1:14 വായിക്കുന്ന പോലെ വചനത്തിന് മാംസം കൊടുക്കുകയും യേശുവിനെ ഗർഭം ധരിക്കുകയും യേശുവിനെ ജീവിതം സംവഹിക്കുകയും യേശുവിനെ ജീവിതം മുഴുവൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൾ അനുഗ്രഹീതയായത്. അവൾ യേശുവിനെ ലോകത്തിന് കൊടുത്തതുകൊണ്ട് ഏറ്റവും വലിയ പ്രേക്ഷിതയായ ഭാഗ്യവതിയായി. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ അമ്മയെക്കുറിച്ചുള്ള പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്നുള്ള അഭിസംബോധനയാണ്. അതും എലിസബത്ത് മറിയത്തെ അഭിസംബോധന ചെയ്ത വാക്കുകളാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ച് ജീവിതം നയിക്കാനുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ അവസാന ഭാഗം അത് 2 പ്രാർത്ഥനകളാണ്. ഒന്ന്, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തോട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, നമുക്ക് മധ്യസ്ഥയാകാൻ ഉള്ള അപേക്ഷയാണ് ഈ രഹസ്യത്തിൽ നാം കാണുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പരിശുദ്ധ ജപമാലയുടെ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, അത് മംഗളവാർത്തയാണെങ്കിൽ രണ്ടാമത്തേത് എലിസബത്തിൻ്റെ സന്ദർശനമാണ്. പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തിൽ ഐൻ കരിമിലേക്ക് പോയ വിവരമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ, പിന്നെ സ്തോത്രഗീതം അടക്കം 56 വരെയുള്ള വാക്കുകളിൽ നാം കാണുന്നത്. യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പ്രേക്ഷിത തീക്ഷ്ണതയാണ് മറിയത്തിനുണ്ടായിരുന്നത്. മറിയം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: യേശുവിനെ സ്വീകരിച്ചാൽ ഈ യേശുവിനെ കൊടുക്കണം, മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം കൊടുക്കണം, ശുശ്രൂഷിക്കാൻ, സഹായിക്കാൻ, ആരൊക്കെ വേദനിക്കുന്നുണ്ട്, ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ അവരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് ഈ രണ്ടാമത്തെ രഹസ്യത്തിൽ നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമത്തെ രഹസ്യം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മനോഹരമായ വിവരണമാണ് നാം കാണുന്നത്. അത് ബെത്ലഹേമിലേക്കുള്ള യാത്രയും അവിടെ ശിശുവിന് പിറക്കാനായിട്ടൊരു ഭവനം കിട്ടാത്തതിനാൽ കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നതും, അവിടെ ആട്ടിടയന്മാരുടെ സന്ദർശനം, പൂജരാജാക്കന്മാരുടെ സന്ദേശം,
അതിനേക്കാൾ ഉപരി ലൂക്ക 2:10 വായിക്കുന്ന പോലെ മാലാഖമാരുടെ പാട്ട്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ള സന്തോഷം, ഇതെല്ലാം ഈ രഹസ്യങ്ങളിൽ മൂന്നാമത്തെ രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നുണ്ട്. യേശുവിന് ലഭിച്ച മറിയം ഈ യേശുവിനെ ലോകത്തിന് കൊടുത്തു. പൂർണ്ണമായും ദരിദ്രയായി. യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആരാണ് ദരിദ്രൻ? ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവരാണ്. മറിയം ഇതുപോലെ തന്നെയായിരുന്നു. ഈ യേശുവിനെ കിട്ടാൻ വേണ്ടി മറ്റുള്ളതെല്ലാം പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഉച്ഛിഷ്ടമായി കരുതി ഏറ്റവും വലിയ സമ്പത്തായ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി ആ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്തോഷം. യോഹന്നാൻ 3:16 വായിക്കുന്ന പോലെ, തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം യേശുവിനെ രക്ഷകനെ ലോകത്തിന് നൽകാനായിട്ട് ഉപകരണമാക്കിയത് പരിശുദ്ധ അമ്മയാണ്. വളരെ പ്രത്യേകമായി, പ്രത്യേകിച്ചും ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ യേശുവിൻ്റെ സന്ദേശം, യേശുവിനെ നാം സ്വീകരിക്കുക, ആ യേശുവിനെ ലോകത്തിന് ജന്മം നൽകുക, കൊടുക്കുക എന്നുള്ള സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം യേശുവിനെ നേടാൻ വേണ്ടി മറ്റുള്ളതെല്ലാം മാറ്റി വയ്ക്കാനുള്ള ആ യഥാർത്ഥ ദാരിദ്ര്യ അരൂപിയും കൂടി കാലിത്തൊഴുത്തിൽ യേശുവിന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ നമുക്ക് സന്ദേശമായി നൽകുന്നുണ്ട്. നാലാമത്തെ രഹസ്യം യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവമാണ്. സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 39 വരെ ഈ കാഴ്ച സമർപ്പണത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദേവാലയത്തിൽ യേശുവിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ ശിമിയോൻ്റെ പ്രവചനം, അന്ന എന്ന പ്രവാചിയുടെ വരവ്, നിന്റെ ഹൃദയത്തിൽ ഒരു വ്യാകുലവാൾ കടക്കുമെന്നുള്ള പ്രവചനം, ഇതെല്ലാം ഉണ്ടെങ്കിലും കടിഞ്ഞൂൽ പുത്രനെ ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ള ആ ആചാരമനുസരിച്ച് മറിയവും യൗസേപ്പും യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും മാമോദിസയുടെ അവസരത്തിൽ ദൈവത്തിനായി ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ടവരാണ്. നമുക്കുള്ളവയെയും ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവത്തിന് കാഴ്ചവെക്കപ്പെട്ടവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? നമുക്കുള്ളവയെ ദൈവത്തിനായി സമർപ്പിക്കാനുള്ള മനോഭാവവും നമുക്കുണ്ടോ? യൗസേപ്പിനും മറിയത്തിനും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നിധിയായിരുന്നു ഈശോ. ആ ഈശോയെ ദൈവത്തിന് കൊടുത്തു. ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി ഈശോയെ കൊടുത്തു. ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായി നമ്മുടെ സമ്പത്തായ മക്കളെ, നമ്മുടെ സമ്പത്തായ പ്രവർത്തനങ്ങളെ, നമ്മുടെ കഴിവുകളെ ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് ഈ രഹസ്യം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ നൽകുന്നത്. ഒപ്പം ദൈവഹിതത്തിന് പൂർണ്ണമായി അനുസരിക്കാനുള്ള ആഹ്വാനവും. അഞ്ചാമത്തെ രഹസ്യം, യേശുവിനെ 12-ാം വയസ്സിൽ കാണാതെ പോകുന്ന ആ സംഭവമാണ്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യൗസേപ്പും മറിയവും ഉണ്ണീശോയും കൂടി പതിവ് പോലെ ദേവാലയത്തിൽ പോയി എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക്, സാധിക്കുന്ന ഇടദിവസങ്ങളിൽ കുർബാനയ്ക്ക്, നമ്മുടെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് നാം പതിവ് പോലെ ദേവാലയത്തിൽ പോകുന്നു എന്ന് നമ്മെക്കുറിച്ച് പറയാനാകുമോ? തിരുക്കുടുംബം നൽകുന്ന സന്ദേശം ഈ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം കൂടി നയിച്ചു എന്നുള്ളതാണ്. ദേവാലയത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ യേശു പിതാവിൻ്റെ കാര്യങ്ങളിൽ പ്രധാനമായും വ്യാപൃതനായ യേശു വചന ശുശ്രൂഷയ്ക്കായി അവിടെ തങ്ങിയപ്പോൾ യേശുവിനെ കാണാതെ പോയ ഒരു അവസരമുണ്ടായി. യേശു പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പക്ഷേ യൗസേപ്പും മറിയവും അവർക്ക് പരസ്പരം കൂടെ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് ചിന്തിച്ച് അവർ തിരിച്ചുപോയി. പക്ഷെ വഴിയിൽ വെച്ചാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ തിരുസുതൻ ദൈവം തൻ്റെ കൂടെയില്ല എന്ന്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവം എവിടെ പോയി എന്നൊരു ചോദ്യം ചോദിക്കുന്ന അവസ്ഥയുണ്ട്. യേശു കൂടെയില്ല. നമ്മളൊക്കെ സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക, ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതരാണ്. ഒരു മർത്ത സിൻഡ്രോം നമുക്കുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതരാണ്. പക്ഷെ പ്രധാന കാര്യങ്ങൾ പലപ്പോഴും മറക്കുന്നു.
നമ്മൾ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ പെട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും യേശു കൂടെയില്ല. എനിക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട്, ദൈവം എവിടെ പോയി? ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ളൊരു ശൂന്യതാബോധം, വിശ്വാസത്തെക്കുറിച്ച് തന്നെയുള്ള ചിലപ്പോഴുള്ള സംശയങ്ങൾ, ഈ ദൈവിക സത്യങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ് എന്നുള്ള ചിന്ത, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. മറിയവും യൗസേപ്പും ചെയ്ത ആ മനോഭാവം നമുക്കുണ്ടാകണം. അവരെന്ത് ചെയ്തു? യേശുവിനെ കണ്ടില്ല എന്ന് അറിഞ്ഞ ഉടനെ തന്നെ, ദൈവം കൂടെയില്ല എന്ന് അറിഞ്ഞ ഉടനെ തന്നെ, വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവർ യാത്ര നിർത്തി തിരിച്ചു പോവുകയാണ്. നമ്മളും ഓരോ വഴിക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തിരിച്ചു പോകണം. എവിടേക്കാണ് അവർ പോയത്? അവർ മറ്റു സ്ഥലങ്ങളിലേക്കല്ല, അവർ പോയത് ദേവാലയത്തിലാണ്. നമ്മളും പോകേണ്ടത് ദേവാലയത്തിലാണ്, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ്, വചനം വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥലത്തേക്കാണ്. അവർ ദേവാലയത്തിൽ ചെന്നപ്പോൾ വചനം പങ്കുവെച്ചുകൊണ്ടിരുന്ന യേശുവിനെ കണ്ടുമുട്ടി. ഇതാണ് ദേവാലയത്തിൽ കണ്ടുമുട്ടി എന്ന് പറയുന്ന യേശുവിനെ എനിക്കും നിങ്ങൾക്കും കണ്ടെത്തണം. എപ്പോഴൊക്കെ വിശ്വാസ പ്രതിസന്ധികളുണ്ടോ, എപ്പോഴൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അപ്പോഴൊക്കെ ദേവാലയത്തിൽ തിരിച്ചു നിന്ന് വചനത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ, കൂദാശകളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ, കൂട്ടായ്മയിലൂടെ ദൈവത്തെ കണ്ടെത്താൻ, അങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ തിരിച്ചു പോകുന്ന ഒരു മനോഭാവം ഈ അഞ്ചാമത്തെ രഹസ്യം നമുക്ക് നൽകുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2002 കൂട്ടിച്ചേർത്തതാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. വാസ്തവത്തിൽ മാർപ്പാപ്പയോട് പ്രത്യേകിച്ച് എനിക്ക് വലിയ സ്നേഹം തോന്നുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനമാണ് ജപമാലയെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ കാണുന്ന ഈ വസ്തുതകൾ, ചരിത്ര വസ്തുതകൾ നമ്മൾ ധ്യാനിച്ചില്ലെങ്കിൽ അത് യേശുവിൻ്റെ മുഖത്തിൻ്റെ ശരിയായ ധ്യാനമല്ല. അതിലൊന്നാമത്തേത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന യേശുവിൻ്റെ മാമോദിസയാണ്. പരിശുദ്ധ ത്രിത്വത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച രംഗം, നമ്മുടെ രക്ഷാകര രഹസ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകാശനം. അതിൽ നമ്മൾ ആദ്യമായി തന്നെ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചുകൊണ്ടാണ്. അവിടെയാണ് സ്വർഗം തുറക്കപ്പെട്ടത്, പരിശുദ്ധ ത്രിത്വത്തെ വെളിപ്പെടുത്തിയത്. ആത്മാവിലും ജലത്തിലും സ്നാനപ്പെട്ടുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കണമെന്നുള്ള സന്ദേശം നമുക്ക് നൽകപ്പെട്ടത്. നമുക്ക് ഈ മാമോദിസയുടെ അവസരത്തിൽ നമുക്ക് യേശുവിൽ ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാൻ നിക്കോദോമസിനോട് പറഞ്ഞതുപോലെ നമ്മളൊക്കെ മാമോദിസ സ്വീകരിച്ചവരാണ്. ഈ മാമോദിസയിലുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതം എപ്രകാരമാണ് നാം നയിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാൻ ഈ രഹസ്യം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ 2-ാമത്തെ രഹസ്യം അത് കാനായിൽ വെച്ച് നടന്ന അത്ഭുതമാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പതിവ് പോലെ തന്നെ അവർ യേശു മറിയത്തോട് ചേർന്ന് അവിടെ ആഘോഷങ്ങളിൽ, വിവാഹ ചടങ്ങിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന കണ്ടറിഞ്ഞത് മറിയമാണ്. നമ്മൾക്ക് ചോദിക്കട്ടെ, നമ്മൾ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് വളരെ ഫോർമലായിട്ട് ഇരിക്കുകയാണ്. അതോ മറിയത്തെ പോലെ അടുക്കളയിൽ ചെന്നു, അവിടുത്തെ ഉള്ളിലേക്ക് ചെന്നു, അപ്പോഴാണ് വിഷമിക്കുന്ന കുടുംബാംഗങ്ങളെ കാണുന്നത്. അത് കണ്ടറിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. അവർക്ക് സദ്യയുടെ വിഭവങ്ങൾ വീഞ്ഞു പോലും ഇല്ല. യേശു തൻ്റെ സമയമായിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും യേശു അമ്മയുടെ മധ്യസ്ഥത കേൾക്കുകയാണ്. മറിയം പറയുന്നൊരു വാക്ക്, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം, ഇത് നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ശ്രവിക്കേണ്ടതാണ്. മറിയം പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഒരു കുടുംബത്തിൻ്റെ തകർച്ചയിൽ അത് പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം, മാനുഷികമായി ചിന്തിച്ചിട്ട് ഒരു ഉത്തരവുമില്ല. മറിയത്തിനും ഉത്തരം പറയാനില്ല. പക്ഷേ മറിയത്തിന് പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്. മറിയം പറഞ്ഞത് എന്താ? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. യേശുവിന് ഒന്നും അസാധ്യമല്ല. കാരണം യേശുവിൻ്റെ ജനനവേളയിൽ മാലാഖ പറഞ്ഞു തുടങ്ങിയതാണ്, യേശുവിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ കാനായിൽ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ മറിയം
മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിച്ച അവസരത്തിൽ എന്താണ്? ഒന്ന്, ഈ അത്ഭുതം അത് ശിഷ്യന്മാരുടെ വിശ്വാസം വളർത്തുന്നതിന് കാരണമായി. 2, ഈ ജനം യേശുവിനെ അനുഗമിക്കുന്നതിന് കാരണമായി. 3, അതിനേക്കാൾ എല്ലാത്തിലും ഉപരി മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടമായത് യേശുവിൻ്റെ ഈ ആദ്യത്തെ അത്ഭുതത്തിൻ്റെ അവസരത്തിലാണ്. നമുക്ക് മറിയത്തിൻ്റെ മധ്യസ്ഥത തേടാം. യേശു പറയുന്ന പോലെ ചെയ്യാൻ മറിയം ആവശ്യപ്പെട്ടതുപോലെ പ്രവർത്തിക്കാം. യേശുവിനെ നമുക്ക് വിശ്വാസത്തോടെ അനുഗമിക്കാം. 3-ാമത്തേത്, യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സുവിശേഷം പ്രസംഗിച്ചതാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 15-ാം വാക്യം അത് വളരെ പ്രസിദ്ധമാണ്. സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ ഭാഗം നാം ശ്രവിക്കുമ്പോൾ മാർക്കോസ് 1:15 നമുക്ക് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് ഈ ഒക്ടോബർ മാസം. നമുക്ക് സുവിശേഷം ശ്രവിക്കാനുള്ള അവസരമാണ്. ഈ ജപമാല ചെല്ലുമ്പോൾ ദൈവവചനം തന്നെയാണ് കേൾക്കുന്നത്. രഹസ്യങ്ങളിൽ സുവിശേഷം ശ്രവിച്ചു കഴിഞ്ഞാൽ അതിന് 2 ഫലങ്ങളുണ്ടാകണം. ദൈവരാജ്യ സ്ഥാപനത്തിന് 2 നിബന്ധനകളാണ് യേശു പറഞ്ഞത്. 1, അനുദപിക്കണം, നാം ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കണം. 2, സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം ശ്രവിക്കുകയും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ലൂക്ക 1:38 പറഞ്ഞ പോലെ ദൈവവചനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിന് ജീവിതത്തിൽ മാംസം കൊടുക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ആ യേശുവിനെ ദൈവവചനത്തെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്രവിക്കുക, സ്വീകരിക്കുക, സാക്ഷ്യപ്പെടുത്തുക, പ്രഘോഷിക്കുക. ഈ പ്രക്രിയയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതാണ് 3-ാമത്തെ രഹസ്യം. 4-ാമത്തേത്, അത് താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടതാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സമാന്തര സുവിശേഷങ്ങളിലും ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു അത് പറയുന്നത് തന്നെ പ്രത്യേകിച്ചും ധനികനായ യുവാവിനോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അത് കഴിഞ്ഞ് പീഡാനുഭവ പ്രവചനം നടത്തിയിട്ട് സബദീപുത്രന്മാരെ അവിടെ നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശുശ്രൂഷകനാകുമെന്ന് പറഞ്ഞ ഈ പശ്ചാത്തലത്തിലാണ് പീഡാനുഭവത്തിൻ്റെ യേശുവിൻ്റെ 3 പ്രവചനം, പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണം എന്നുള്ള ആ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു താബോർ മലയിൽ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ കൊണ്ട് പറയുന്നത്. ഒരു ചെറിയ സൂചന സ്വർഗത്തെക്കുറിച്ച് പത്രോസ് പറഞ്ഞു, നമുക്ക് 3 കൂടാ, ഇവിടെ ആയിരിക്കും നല്ലത്. അപ്പോൾ ചെറിയൊരു ദർശനം പോലും സ്വർഗത്തെക്കുറിച്ച് കിട്ടിയപ്പോൾ പത്രോസ് ഇത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ താബോർ അനുഭവം നമുക്ക് പ്രാർത്ഥനയിൽ ഒരു ദൈവദർശനത്തിൻ്റെ അനുഭവമാണ്. പക്ഷേ അത് പീഡകൾ സഹിക്കുന്നതിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഈ നമുക്കൊക്കെ കുരിശ് കിരീടത്തിലേക്ക് നയിക്കുമെന്നുള്ള പ്രത്യാശ നൽകാൻ ഈ രഹസ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരാകാനുള്ള ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട്. 5-ാമത്തേത് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. സഭയുടെ നിലനിൽപ്പ് തന്നെ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സ്ഥാപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത് എല്ലാ സുവിശേഷങ്ങളിലും, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നതാണ്. യോഹന്നാൻ സുവിശേഷം അത് 6-ാമത്തെ അധ്യായത്തിലാണ് ഏറ്റവും നല്ല പ്രബോധനം നൽകുന്നത്. യേശു മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ ആ രക്ഷാകര രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ലോകാവസാനം വരെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് യേശു കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗമാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. യേശു സ്ഥാപിച്ചു. ലൂക്ക 22-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ 12-15 വാക്യങ്ങളിൽ ഏറ്റവും അധികം ഒരുങ്ങിയത് അതിനാ. ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ന് അത്യധികം ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും അധികം ഒരുങ്ങി അതിന് സജ്ജീകരിച്ച വലിയ മാളികയുണ്ടാക്കി. അതിനു മുമ്പ് ബഥനിയിൽ വെച്ച് ആ സ്ത്രീ കൊണ്ടുവന്ന തൈലം 300 ധനാറ വിലയുള്ള തൈലം പൂശിയപ്പോൾ യൂദാസ്, ഒറ്റിക്കൊടുത്ത യൂദാസ്, പണസഞ്ചി സൂക്ഷിപ്പുകാരനായ യൂദാസ് അതിൽ തെറ്റ് കണ്ടുപിടിച്ചപ്പോൾ പാവപ്പെട്ടവർക്ക് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു ഇതിനൊരുക്കമായി, തൻ്റെ പീഡാനുഭവത്തിന് ഒരുക്കമായി ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നന്നായിട്ട് ഒരുങ്ങി സ്ഥാപിച്ച
ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ. പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ നമുക്ക് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ധ്യാനമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന പോലെ കുർബാനയുടെ അമ്മയാണ്. ആദ്യത്തെ സക്രാരി പരിശുദ്ധ അമ്മയാണ്. യേശുവിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട അമ്മ, യേശുവിനെ അൾത്താരിയിൽ ജനിപ്പിക്കുന്നതിനും ഒരുക്കമായി പരിശുദ്ധ അമ്മയാണ് തൻ്റെ ഉദരത്തിലേക്ക് ജനിപ്പിച്ചത്. ഈ അമ്മ കുർബാനയുടെ ഏറ്റവും നല്ല സക്രാരിയായി ഈ അമ്മ പരിശുദ്ധ കുർബാനയെ യേശുവിന് ലോകത്തിന് കൊടുത്തു. ഇതുപോലെ നമ്മളും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ പ്രകാശത്തിൻ്റെ രഹസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാലയുടെ സന്തോഷത്തിൻ്റെ രഹസ്യത്തെയും പ്രകാശത്തിൻ്റെ രഹസ്യത്തെയും കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ഈ രണ്ട് രഹസ്യങ്ങളും നമുക്ക് നൽകുന്നത്. തുടർന്ന് നമുക്ക് ദുഃഖകരമായ രഹസ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെ രഹസ്യത്തിലെയും കുറിച്ചുള്ള ധ്യാനം നമുക്ക് നടത്താം. ജപമാല നമുക്ക് വലിയ ആയുധമാണ്. പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല ആയുധം, ദുഷ്ടൻ്റെ കൂരമ്പുകളെ ചെറുക്കാനുള്ള ആയുധം. ഈ ജപമാലയോടെ നമുക്കും തുടർന്നും വിശ്വാസം പ്രകടമാക്കാം. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. സ്നേഹം തന്നെയായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, പരിശുദ്ധാത്മ അനുഭവം കൊണ്ട് ഞങ്ങളെ പൂരിതമാക്കുവാൻ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഹൃദയനുറുക്കത്തോടെ ദിവ്യകാരുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിലൂടെ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. നമ്മൾ കേട്ട ഓരോ വചനവും അഭിഷേകമായിട്ട് മാറാം. കർത്താവ് നമ്മളെ കേൾപ്പിച്ച തിരുവചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൃപയായി കത്തി ജ്വലിക്കുവാൻ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളെ ദിവ്യകാരുടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ മക്കളെ ദിവ്യകാരുടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ തലമുറകൾ, സമർപ്പിത സമൂഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുന്നു. ഇതാ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ കർത്താവിന്റെ കരുണയും കൃപയും ജനലക്ഷങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. ഈശോ നൽകുന്ന ഈ കൃപാവരങ്ങളെല്ലാം സ്വന്തമാക്കി കരങ്ങൾ ഉയർത്തി ഈശോ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ആരാധന 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 ആരാധന. ഞങ്ങൾ കേട്ട വചനങ്ങളിൽ ഞങ്ങൾ തീയായി മാറട്ടെ, കൃപയായി മാറട്ടെ. അത്ഭുത രോഗശാന്തി, അത്ഭുത ഡെലിവറൻസ്, അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച നല്ല കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ആരാധിക്കുന്നു. അനേകരെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പിതാവേ. താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ